السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ജക്കാത്തിൽ ಅವಕಾಶಿಮಾರು ಆರು ಚಂಟು മനസ്സിലാക്കിക്കൊണ്ടു ಬಂದ. ഞങ്ങൾ ചൊന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബത്തെ 60 ആയത്തിൽ ജക്കാത്തിലെ അവകാശിമാർ ആറ് വെച്ചിട്ട് ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ട്. 8 വിഭാഗത്തെ ആൾമാരായിട്ടിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ മെൻഷൻ ആക്കിയത്. അതിൽ 3 വിഭാഗ ആൾമാരെ വിഷയത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നിട്ടിന്ന. അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി വൽ മുഅല്ലഫതി ഖുലൂബുഹും, അതായത് മുഅല്ലഫത്ത് ഖുലൂബുഹും ചെന്നെങ്കിൽ ഉലമാക്കുമാർ അതിൽ തഫ്സീറിൽ ചൊല്ലി, അതായത് കാഫിറായ ഒരാൾ അയാൾ മുസ്ലിം ആവു ചൊല്ല ഒരു ഹോപ്പുണ്ട് ഞങ്ങൾക്ക്. ചിലപ്പോൾ ഞങ്ങൾ ഈ സക്കാത്തിലെ പൈസ അങ്ങ് കൊടുത്തേണ്ടായെങ്കിൽ അങ്ങ് ഇസ്ലാം സ്വീകരിക്കുവാറ് ചെന്നെങ്കിൽ അങ്ങനെ മനസ്സ് ഇസ്ലാമിൻ്റെ ഇടയ്ക്ക് ചാഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെക്കും എന്തരാക്ക ഈ സക്കാത്തിലെ പൈസ കൊടുക്കുക. അതല്ലാണ്ടായെങ്കിൽ അങ്ങനെ ഷർറിടെ തടയുകയായിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഈ സക്കാത്തിലെ പൈസ കൊടുത്തേണ്ടായെങ്കിൽ അങ്ങക്ക് എന്തരാവും തെല്ല് സമാധാനമാവും, അങ്ങനെ ഉപദ്രവത്തെല്ലാം കുറയു വെച്ചിട്ട് ഇതിനെങ്കിൽ അങ്ങനെ എന്തൊരു മനസ്സമാധാന ആക്കുകയായിട്ട് കൊടുക്കുകയുണ്ടായെങ്കിൽ അതും കൊടുക്കാണ്ടിരിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. അതല്ലാണ്ടെങ്കിൽ ദുർബലമായ ഈമാനുള്ളൊക്കെ എനിക്ക് താൽമാർ ചിലപ്പോൾ അങ്ങ് എന്താക്കുവാറ് ഈ സക്കാത്തിലെ പൈസ കൊടുത്തേണ്ടായെങ്കിൽ അങ്ങ് എന്താക്കുവാറ് അങ്ങനെ ചിലപ്പോൾ അങ്ങ് നല്ല ആകൂ എന്തരാവും അതൊരു കാരണമായിട്ട് തീരുണ്ടായെങ്കിൽ അങ്കും ഈ സക്കാത്തിലെ പൈസ കൊടുക്കാണ്ടിരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാടുത്തേണ്ടത്. പിന്നെ 5ാമത്തെ ഒരു വിഭാഗത്ത് പോയി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്തു വഫിർ റിഖാബ്, അതായത് അടിമമാരെ മോചനാക്കുകയായിട്ട്, ഗുലാമന്മാരെ മോചനാക്കുകയായിട്ട് അതുക്കും നിങ്ങൾ സക്കാത്തിലെ പൈസ യൂസ് ആക്കാണ്ടിരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. ഇന്നത്തെ കാലത്തിൽ ഗുലാമന്മാരില്ല, അതിങ്ക കുറേ ആൾമാർ അന്യായമായിട്ട് ബന്ധനത്തിലിരിക്കാറ്, ജയിലിലിരിക്കാറ്. അങ്ങനത്തെക്കെല്ല ഇത് യൂസ് ആക്കാണ്ടിരിക്കൽ ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടുത്തേണ്ടത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്തു വൽ ഗാരിമീൻ, അതായത് കടത്തിൽ മുങ്ങിയിട്ടുള്ള എനിക്ക് താൽമാർ ചെമ്മ കടുണ്ടു അങ്ങനത്തെക്കും എന്തരാക്കണിങ്ങ സക്കാത്തിൻ്റെ പൈസ കൊടുക്കാണ്ടിരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. പിന്നെ ചൊന്തു വഫീ സബീലില്ലാ, അള്ളാഹുടെ മാർഗത്തിൽ ചെന്നെങ്കിൽ കുറേ ഉലമാക്കന്മാർ ഇത് ആമായിട്ട് ചെന്നാർ, അതായത് അള്ളാഹുടെ മാർഗത്തിൽ ഏതുക്കും സക്കാത്തിൻ്റെ പൈസ ചെലവാക്കാച്ചുണ്ട്. അതിങ്ക വേറെ കുറേ ഉലമാക്കന്മാർ ചെന്നാർ അത് വഫീ സബീലില്ലാ ചെന്നെങ്കിൽ അവിടെ ഉദ്ദേശിക്കൽ അള്ളാഹുടെ മാർഗത്തിലുള്ള ജിഹാദ് കയറ്റിക്കറുണ്ട്. അതായിട്ടിക്കറ് സരിയായിട്ട് കാണ്ട് വല്ലാഹു ആലം. ഒരു ഉലമാക്കുമാർ ചൊല്ലാറ് മുന്നോലത്തെ ഉലമാക്കുമാരെ ഇജ്മാ ഉണ്ട് ആ വിഷയത്തിലുണ്ട്. അവിടെ ജിഹാദ് ആയിട്ടിക്കറ് ഉദ്ദേശിക്കുന്നുണ്ട്. അതായിട്ടിക്കറ് സരിയായിട്ട് കാണ്ട് അള്ളാഹുടെ മാർഗത്തിൽ എല്ലാത്തുക്കും ചിലവാക്കാണ്ടായെങ്കിൽ ഇങ്ങനെ അള്ളാഹു ഒന്നൊന്ന് എടുത്ത് ചൊല്ലകത്തെ അഗത്യ കാണ്ടില്ല. ഓരോന്നിങ്ങനെ എടുത്ത് ചൊല്ലകത്തെ അഗത്യ കാണ്ടില്ല. ഫക്കീർമാർ കൊടുക്കോರು, മിസ്കിന്മാർ കൊടുക്കോರು ചുണ്ട് ಫಸ್ಟಿಗೆ ಚೊನ್ನಬಿಡ ಎಂದರೆ ಅಲ್ಲಾಹುಡ ಮಾರ್ಗದಲ್ಲಿ ಅದರ ಕೊಡ್ತು ಬಿಡೋರುಂಟು. അപ്പം അള്ളാഹു അലം അത് സരിയായിട്ട് കണ്ടത് അള്ളാഹുടെ മാർഗത്തിലുള്ള ജിഹാദ് നിങ്ങൾ എന്തരാക്കറു സക്കാത്തിൻ്റെ പൈസ യൂസ് ആക്കറു ഉണ്ടായിരിക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്തു വബ്നി സബീൽ ചെന്നെങ്കിൽ അതായത് ദാരി ഹോക്കന്മാർ, അതായത് ഒരാൾ സഫറിലുണ്ട്, സഫറിൽ അയാളുടെ കയ്യിലുള്ള പൈസ എല്ലാം തീന്തു അതല്ലാണ്ടെങ്കിൽ ಬೇರೆ ಅಂದ್ರೆ ಹೆಂಗೆ ഒരു ರೀತಿಯಲ್ಲದು ಇಲ್ಲಾಂಟಾಯ್ತು, അയാളുടെ കയ്യിലൊന്നുമില്ല.
ചിലപ്പോൾ അയാൾ റായത്തിൽ വലിയ കോട്യാധിപതി ആയിട്ടിക്കൂ, വലിയ പൈസക്കാരായിട്ടിക്കൂ. അയങ്ക് അവിടെ പോയിട്ട് സഫറിൽ അയാൾ ഒന്നുമില്ലാണ്ടായി. റായത്തിൽ പൈസല്ലുണ്ട് ബെന്മായത്തിൽ. അപ്പം അങ്ങനത്തങ്കും എന്തരാക്ക ജക്കാത്തിൻ്റെ പൈസ കൊടുക്കുക. അങ്ങനത്തങ്കും ജക്കാത്തിൻ്റെ പൈസ കൊടുക്കാണ്ടിരിക്കുക അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലി. അയങ്ക ഇണ്ട് അങ്ങനത്തെ ഒരു അഗത്യ ബണ്ടില്ലാണ്ടിരിക്കുള്ള മാക്കുമാർ ചൊല്ലി. ചെന്നെങ്കിൽ ഇണ്ടത്തെ ഞങ്ങളെ എന്തരേ ഇത് ഞങ്ങളുടെ ഫോൺ പേ, ഗൂഗിൾ പേ, ഇങ്ങനെ ATM കാർഡ്, ഇങ്ങനെ ಬೇರೆ ಬೇರೆ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಉಂಟು. ಕ್ಯಾಶ್ ಇಕ್ಕೊನುಂಟಿಲ್ಲ ಕೈಲಿ. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ പണ്ടില്ല. ചിലപ്പോൾ റായത്തുള്ളവർ കോളാക്കി ഇങ്ങനെ എന്താക്കാറ്, ഞങ്ങൾക്ക് പൈസ കടത്തരാറ്. പൈസ വെച്ചാൽ പൈസ ഇടാറ്. ചിലപ്പോൾ അങ്ങനെ ആയിട്ടില്ലാണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്തരാക്കാം, അതും ആയിട്ടില്ലാണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ജക്കാത്തിൻ്റെ പൈസ തന്നെ എന്തരാക്കാം എടുക്കുക. അങ്ങനെ ജക്കാത്തിൻ്റെ അവകാശിമാരായിട്ട് ഇരിക്കാറുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പാടുന്നുണ്ട്. അപ്പം ഈ 8 വിഭാഗത്തെ ആൾമാരായിട്ടിരിക്കാറ് ജക്കാത്തിൻ്റെ അവകാശിമാറുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കാറ് എന്തിന് ജക്കാത്തിൻ്റെ അവകാശിമാർ. ഈ 8 വിഭാഗ ആൾമാർ ജക്കാത്തിൻ്റെ അവകാശിമാർ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കണം. ಅಂಕ್ ഈ ജക്കാത്തിൻ്റെ പൈസ കൊടുക്കണം. അതല്ലാത്ത ಬೇರೆ ആൾമാർക്ക് കൊടുത്തിട്ടായെങ്കിൽ ഞങ്ങൾ ജക്കാത്ത് കൊടുത്തതുപോലെ ആവില്ല, ഞങ്ങളെ ബാധ്യത തീർത്തതുപോലെ ആവില്ല. അത് കാര അവകാശപ്പെട്ടാൽ ಅಂಕ್ മാത്രം അത് കൊടുക്കാനുണ്ടായിട്ട്. وهذا والله تعالى أعلم وصلى الله على نبينا وسلم. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.